എം ടിയുടെ വിടവാങ്ങൽ യുഗാന്ത്യമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും യുഗാന്ത്യം തന്നെയാണ്. എം ടി ജീവിതത്തെക്കുറിച്ച് പറയുന്ന രസകരമായൊരു വാചകം, ജീവിതം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ദുഃഖത്തിൻ്റെ ശബ്ദമില്ലാത്ത ഘോഷയാത്രയാണ് എന്നാണ്. ഒരുപക്ഷെ എം ടി ജീവിച്ചു തീർത്ത 91 വർഷങ്ങളും ആ അർത്ഥത്തിൽ ഒറ്റപ്പെട്ട ശബ്ദമില്ലാത്ത ദുഃഖത്തിൻ്റെ ഘോഷയാത്രയായിരുന്നിരിക്കാം. അഥവാ ദുഃഖത്തെ ഇത്രമേൽ അദ്ദേഹം തന്നെ സ്വയം കൃതികളിലൂടെ ആഘോഷഭരിതമാക്കി മാറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എം ടി തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, എനിക്ക് ബാല്യകാലത്ത് കൂട്ടുകാരുണ്ടായിരുന്നില്ല. ഇത് ONVയും എം ടിയും തമ്മിലൊരു അഭിമുഖം, അന്ന് എനിക്കൊന്ന് മാതൃഭൂമി ന്യൂസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അന്ന് നടത്തിയൊരു അഭിമുഖത്തിൽ ഇവരും അവരുടെ കാലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എം ടി പറയുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ പുറകുവശത്തൊരു കുന്നുണ്ടായിരുന്നു, എൻ്റെ മുൻപ് വശത്തൊരു പാടമുണ്ടായിരുന്നു, ആ പാടത്തിനപ്പുറം ഒരു പുഴയുണ്ടായിരുന്നു. പിന്നീട് ഞാൻ പോകുമ്പോൾ ആ കുന്നുകൾ ഇഷ്ടികകൾ എടുത്തെടുത്ത് ഇല്ലാതെയായി, മുൻപിലെ പാടങ്ങളില്ലാതെയായി, പുഴയാണെങ്കിൽ മെലിഞ്ഞു ഉണങ്ങി ഇല്ലാതെയായി. അപ്പോൾ എനിക്ക് ആ വീട്ടിൽ പോയി ഇരിക്കാൻ പറ്റാതെയായി. എനിക്കിപ്പോൾ അവിടെ എൻ്റെ കാലത്തെ ഓർമ്മിക്കാൻ പറ്റാതെയായി. അന്നൊരു കാർഷിക കാലമാണ്, 1950 എന്ന് പറയുന്നത്. അദ്ദേഹം 33 ജനിച്ച് അദ്ദേഹം അവിടെ വളരുമ്പോൾ അമ്മാവന്മാരെ കണ്ടാണ് വളരുന്നത്. അദ്ദേഹം പറയുന്ന കൗതുകരമായൊരു കാര്യമുണ്ട്, അന്ന് ഈ കന്നുകാലികളെ കുളിപ്പിക്കുന്നതിലായിരുന്നു വലിയ മത്സരം. അപ്പോൾ വീട്ടിലെ കന്നുകാലികൾ പശുവിനെ നന്നായിട്ട് കുളിപ്പിച്ച് കഴിച്ച് വന്നാൽ കിട്ടുന്ന അഭിനന്ദനം എന്ന് പറയുന്നത് വാക്കുകളിലൂടെ ആയിരുന്നില്ല. അമ്മാവനൊന്ന് നോക്കും, ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇവൻ കൊള്ളാം, ഇവനെ ഈ പണി ഏൽപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കൂടല്ലൂരുകാരന് സ്വപ്നം കാണാവുന്ന വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അമ്മാവൻ്റെ നോട്ടത്തിലൊരു കന്നുകാലിയെ കുളിപ്പിച്ചു വരുമ്പോൾ കിട്ടുന്ന സന്തോഷമായിരുന്നു എന്നാണ് എം ടി പറയുന്നത്. അവിടെയായിരുന്നു എം ടിയുടെ തുടക്കം. അവിടെ ആ എം ടി അന്നു മുതലേ ഒറ്റപ്പെട്ട് ദുഃഖത്തിൻ്റെ, ഇരുട്ടിൻ്റെ, ഇല്ലായ്മയുടെ, വറുതിയുടെ, പട്ടിണിയുടെയൊക്കെ ഭാഗമായിട്ടാണ്. ഏറ്റവും ഒടുവിൽ നവതി ആഘോഷവേളയിലാണെന്ന് തോന്നുന്നു എം ടി പറയുന്നുണ്ട്, എനിക്ക് പിറന്നാളുകൾ ഉണ്ടായിരുന്നില്ല, ഞാനൊരു 4ാമത്തെ മകനായിരുന്നു, ഇവനൊരു ചെറിയ കുട്ടിയല്ലേ, ഇവനൊരു പിറന്നാൾ സദ്യ വേണം, ഇവനൊരു വിഷുക്കൈ നീട്ടം വേണം എന്നൊന്നും എൻ്റെ അമ്മ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ആ അമ്മയെ നമ്മൾ കഥയിലൂടെ വായിച്ചെടുക്കുന്നുണ്ട്. എവിടെയാണ് കഥയിലൂടെ വായിച്ചെടുക്കുന്നത്? കർക്കിടകത്തിലാണ്. ഉണ്ണിയുടെ അമ്മയാണ്. ഉണ്ണിയുടെ അമ്മ ആകെ ഉണ്ടായിരുന്ന കടം വാങ്ങിയ അരി കൊണ്ട് ഭക്ഷണം വെച്ച് ചോറുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അതിഥി എത്തുന്നത്. ഈ മഴയത്ത് നനഞ്ഞൊലിച്ച് വരുന്ന കുഞ്ഞിന് ഉണ്ണിക്ക് കൊടുക്കണോ അതോ അതിഥിക്ക് കൊടുക്കണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ചോറ് വറ്റ് അതിഥിക്ക് കൊടുത്ത് അതിൽ കഞ്ഞിവെള്ളം മോന് കൊടുക്കാൻ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു അമ്മ ഈ എം ടിയുടേതായിട്ടുണ്ട്. അത് എം ടിയുടെ ജീവിതത്തിലെ അമ്മയാണ്. എം ടി പറയുന്നുണ്ട്, 4 കെട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന പ്രതിഫലം തൻ്റെ അച്ഛന് കൊടുക്കുമ്പോൾ അച്ഛൻ പ്രമാണം പണയം വെച്ചിരിക്കുകയാണ്, അത് തിരിച്ചു വാങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ആ ഘട്ടങ്ങളിലെല്ലാം ദാരിദ്ര്യം എന്താണ്, ഇല്ലായ്മ എന്താണ് എന്നുള്ളത് ഒരു 4 കെട്ടിനുള്ളിൽ താമസിക്കുമ്പോഴും ആ പുണ്യെപ്പോലെ അറിഞ്ഞ ആളാണ് എം ടി വാസുദേവൻ നായർ. അതുകൊണ്ട് തന്നെ ബാല്യകാലത്തെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഇല്ലായ്മയിൽ നിന്നാണ് അദ്ദേഹം അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചു തുടങ്ങുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിഫലിച്ചതും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ജീവിതമെന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ശബ്ദമില്ലാത്ത ദുഃഖങ്ങളുടെ ഘോഷയാത്രയാണ്. ആ ഘോഷയാത്രയിൽ എപ്പോഴും ഒരന്തർമുഖനായി കഴിയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അദ്ദേഹം സമൂഹത്തിൻ്റെ മധ്യത്തിൽ പോയി എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെല്ലാം ഒന്നുകിൽ ദാരിദ്ര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ വൈകാരികമായി അനുഭവപ്പെടുന്ന അരക്ഷിതാവസ്ഥയെക്കുറിച്ച്, നിസ്സഹായാവസ്ഥയെക്കുറിച്ച്, ഏകാന്തതയെക്കുറിച്ച് നിരന്തരം വിലപിച്ചുകൊണ്ടിരുന്നയാളാണ്. അതൊരു ഭാഗത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒരു ഭാഗം. എനിക്ക് തോന്നുന്നു അങ്ങനെ സ്വന്തം അനുഭവങ്ങളെ അത്ര തീക്ഷ്ണമായി പടർത്താൻ കഴിഞ്ഞ മലയാളത്തിലെ എഴുത്തുകാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നയാളാണ്. അങ്ങനെ ആ അനുഭവം ഒന്ന്. രണ്ടാമത് നോക്കൂ, ആ കാലത്ത് സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം എന്താ? നായർ തറവാടുകളും ഈ പറയുന്ന വലിയ തറവാടുകളുമെല്ലാം പൊളിഞ്ഞ് അവിടെ നിന്നും വ്യക്തികളായി സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലമാണ്. അതായത് ഒരു നായർ തറവാടിനുള്ളിൽ 4 കെട്ടിനുള്ളിൽ നിൽക്കുന്ന മനുഷ്യന് അസ്തിത്വമില്ലല്ലോ. അവൻ ജീവിക്കുന്നത് മരുമക്കത്തായത്തിൻ്റെ ഒരു സാമൂഹിക ബന്ധനത്തിൻ്റെ ഉള്ളിലാണ്. ആ സാമൂഹിക ബന്ധനത്തിൽ നിന്ന് അവൻ വ്യക്തിയായി പരിണമിക്കുന്നത് ആധുനികത വരുമ്പോഴാണ്, അവൻ നഗരത്തിലേക്ക് പോകുമ്പോഴാണ്, സ്വന്തം ജോലി കണ്ടെത്തുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന നാടുകെട്ടുകളാണ്. അതാണ് സ്മൃതി പറഞ്ഞതുപോലെ തറവാടുത്ത ഘോഷണമല്ല, തറവാടുകൾ തകർന്ന് വ്യക്തി തറവാട്ടിലെ ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രനായി മുക്തനായി പുറത്തു പോകുന്നതിൻ്റെ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അവിടെയാണ് ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം
പ്രസിദ്ധമാണ് അസുരവിത്തിൽ വരുന്നത്. അപ്പുണ്ണി എന്ന കഥാപാത്രം നമ്മുടെ മുന്നിലുണ്ടാവുന്നത്, സേതു നഗരത്തിലേക്ക് പോകുന്നത്. പാലക്കാട് ഞാൻ പഠിപ്പിച്ച വിക്ടോറിയ കോളേജിലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് രക്തം പുരണ്ട മൺതരികൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായിട്ടുള്ളത് കുറച്ച് കൂട്ടുകാർ മാത്രമാണ്. അപ്പോൾ കലഹിച്ചിരുന്നു വ്യവസ്ഥകളോട്, മൂല്യങ്ങളോട്. ഇതല്ല ശരി എന്നുള്ളത്. ആധുനികതയെ ആ രീതിയിൽ ഇഷ്ടപ്പെട്ട് സ്വാംശീകരിച്ച് തിരിച്ച് ഫ്യൂഡൽ വ്യവസ്ഥകളോട് കലഹിക്കുന്ന ഒരു MT നിങ്ങൾക്ക് കാണാം. പക്ഷേ അപ്പോഴും MT അറിഞ്ഞോ അറിയാതെയോ ആ ഒരു സമൂഹത്തിൻ്റെ കൂടല്ലൂരിൻ്റെ ഗ്രാമപരിസരത്ത് കുടുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് MT പറയുന്നുണ്ട് ആ വളരെ പ്രസിദ്ധമായ വാചകം, നമ്മളെല്ലാവരും പലതവണ പറയുന്ന വാചകമാണല്ലോ, അറിയാത്ത കാര്യങ്ങൾ, അത്ഭുതങ്ങൾ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ എനിക്കിഷ്ടം അറിയുന്ന എൻ്റെ നിളാനിധിയാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പട്ടിണിക്ക് ഒരു വികാരമേ കാണൂ, ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് പ്രണയത്തിനൊരു വികാരമേ ഉള്ളൂ. അത് ഗബ്രിയേൽ ഗാർഷ്യ മാർക്കേസിൻ്റെ ഗ്രാമത്തിൽ നിന്നാണെങ്കിലും ശരി, പ്രണയത്തിനൊരു വികാരമാണ്. അത് അപ്പുണ്ണിയിലും അത് ജ്യേഷ്ഠത്തിയിലും പ്രതിഫലിക്കുന്നത്, കുട്ടിയേട്ടത്തിയിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് വരച്ചിടുകയാണ്. അവിടെ ആ പ്രണയത്തിന് അദ്ദേഹം കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ നിർവചനങ്ങളിൽ ഒന്ന് കാത്തിരിപ്പ് എന്നതുകൂടിയാണെന്ന് മഞ്ഞിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു, മഞ്ഞിലൂടെയുള്ള വിമലയെ അനുഭവിക്കാത്ത ആ പ്രണയിനികൾ ഒരു പക്ഷേ 1980-കളിലുണ്ടോ എന്ന് സംശയമാണ്, 90-കളിലുണ്ടോ എന്ന് സംശയമാണ്. കാര്യം അത്രമേൽ മഞ്ഞ് എന്ന് പറയുന്ന ഒരു നോവൽ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മഞ്ഞിൽ പറയുന്നുണ്ട്, ഈ സുധീർ മിശ്രയെ കാത്തിരിക്കുന്ന സമയത്ത് വിമൽ പറയും, വരാതിരിക്കില്ല, കാത്തിരിപ്പിനോളം വലിയ പ്രാർത്ഥന മറ്റൊന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന വികാരമായി പ്രണയം നിന്നൊരു കാലത്താണ് അത് എഴുതുന്നത്. ഇന്നങ്ങനല്ലല്ലോ. ഇന്നിപ്പോൾ പ്രണയത്തെക്കുറിച്ച് നമ്മൾ സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ്. പക്ഷേ MT ഞാനിപ്പോഴും എനിക്ക് സംശയം, ഈ 2002 തോന്നുന്നു വാരണാസി വരുന്നത്, അതിനുശേഷം കാര്യമായി MT എഴുതിയിട്ടില്ല. അതേക്കുറിച്ച് MT പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വായിക്കുന്നു, എഴുതാൻ ആഗ്രഹിക്കുന്നു, മനസ്സിൽ ചിലതുണ്ട്, പക്ഷേ അതൊരു കഥ എന്ന രൂപത്തിലേക്ക് അങ്ങ് വരുന്നില്ല. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ കാലവുമായി ചിലപ്പോൾ ഒരു സംഘർഷത്തിൽ MTക്ക് വരച്ചെടുക്കാൻ കഴിയാത്ത, MTക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്ത ബന്ധങ്ങളും ജീവിത രീതികളും ഒക്കെ ആയിട്ടുണ്ടാവാം. MT കണ്ടത് അങ്ങനെയായിരുന്നല്ലോ. MT കണ്ട മനുഷ്യരുടെ ചുറ്റുപാടും നിന്നുകൊണ്ടാണ് MT കലഹിക്കാൻ ശ്രമിക്കുന്നത്, എഴുതാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ അത് ഒരു കഥയായി അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം മറ്റഭിപ്രായങ്ങളെ എപ്പോഴും മാനിച്ചിരുന്നു. എഴുത്തിന്റെ കാര്യത്തിലും അദ്ദേഹം എഡിറ്റർ ആയിരിക്കുമ്പോഴും വേറെ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ യുഗാന്ത്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിൽ മുൻപിൽ നിന്നിരുന്നു. ഒരു സാമൂഹിക അന്തരീക്ഷത്തെ അദ്ദേഹത്തിന്റെ നോവലുകളിൽ പ്രതിഫലിപ്പിച്ചിരുന്നു. അതാണ് ഈ ഭൂപരിഷ്കരണമൊക്കെ നിലവിൽ വരുന്ന 1960-കളിൽ നായർ കുടുംബങ്ങൾക്ക് സംഭവിക്കുന്ന മാറ്റത്തെക്കുറിച്ച്, ആ മാറ്റം ഏറ്റവും കൂടുതൽ വേദനയിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരെക്കുറിച്ചും ഒക്കെ അദ്ദേഹം എഴുതുന്നത് അവിടെയാണ്. അതിനുശേഷം അദ്ദേഹത്തെ ഒരു എഡിറ്ററായിട്ട് നമ്മൾ കാണുമ്പോൾ കൂടുതൽ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടാണല്ലോ കാണുക. പുതിയ കാലഘട്ടത്തിൽ എഴുത്തുകാരെ മുന്നിലേക്ക് കൊണ്ടുവന്നു. ഒരുപക്ഷെ MT അന്ന് അവസരം കൊടുത്ത എഴുത്തുകാരിൽ പലരും ഇന്ന് തിളങ്ങി നിൽക്കുന്ന എഴുത്തുകാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ നിങ്ങളുടെ ഒരു രണ്ടാം തലമുറയെ സൃഷ്ടിക്കുന്നതിന്, അടുത്ത തലമുറയിൽ എഴുത്തുകാരെ സൃഷ്ടിക്കുന്നതിന് അദ്ദേഹം വഹിച്ച പങ്ക് ചെറുതല്ല. ആ അർത്ഥത്തിലും അതൊരു യുഗാന്ത്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, അദ്ദേഹം കേവലം ഒരു എഴുത്തുകാരനായിരിക്കുക മാത്രമല്ല, അദ്ദേഹം ഒരു സെക്കുലറായ, സമൂഹത്തിൽ സമാധാനം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച, മനുഷ്യരെല്ലാം സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഒരു 4-5 തവണ മാത്രമാണ് പൊതുവിഷയങ്ങളിൽ ഇടപെട്ടതായി നമ്മൾ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നത്. വിഷയത്തിൽ അദ്ദേഹം റാലി ഉദ്ഘാടനം ചെയ്തൊക്കെ സുബ്രഹ്മണ്യൻ്റെ ഒരു ലേഖനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പെരിങ്ങോം ആണവ നിലയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം റാലിയിൽ പങ്കെടുത്തു, അദ്ദേഹം പ്രസംഗിച്ചു. പിന്നീട് മുത്തങ്ങ വിഷയത്തിൽ അദ്ദേഹം ആദിവാസി കുടുംബങ്ങളുടെ വീടുകളിൽ പോയി അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു, സുൽത്താൻ ബത്തേരിയിൽ പ്രസംഗിച്ചു. പിന്നീട് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഡീമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് തുഗ്ലക്ക് പരിഷ്കാരം എന്ന നിലയിൽ അഭിപ്രായ പ്രകടനം നടത്തി. അങ്ങനെ സാമൂഹികമായ വിഷയങ്ങളിൽ നിരന്തരം ഇടപെട്ടു. ഏറ്റവും ഒടുവിൽ KLF-ൽ അദ്ദേഹം നേരത്തെ എഴുതിയൊരു ലേഖനം പുനർവായിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് വലിയ ചർച്ചകൾ പല രീതിയിൽ വായിച്ചു എന്നുള്ളതാണ്. അത് പക്ഷേ അതിൽ സുധീർ വളരെ വ്യക്തമായി പറഞ്ഞു, അത് സംസ്ഥാന സർക്കാരിനെ കൂടി വിമർശിക്കാൻ തന്നെയാണ്. അമിതാധികാര പ്രയോഗം ഇവിടെ ഉണ്ടോ? ആ വേദിയിൽ വെച്ച് തന്നെ അദ്ദേഹം അത് വായിക്കുന്നുണ്ട്. അമിതാധികാര പ്രയോഗം എവിടെയാണെങ്കിലും അപകടകരമാണ്. അദ്ദേഹം വില്യം റീൽസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. റീൽസിനെ ഉദ്ധരിച്ച് പറഞ്ഞൊരു വാചകം ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി മാറ്റുക എന്നും ഉത്തരവാദിത്വം ഇവിടുത്തെ ജനനായകന്മാർ
എഴുത്തുകാർ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അത് വളരെ വ്യക്തിപൂജയിൽ വീഴാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളത് ആൾക്കൂട്ടം മാത്രമായി തീരുന്നു എന്ന് അവസാന നിമിഷം വരെയും വേദനിച്ച ഒരു എഴുത്തുകാരനാണ് എന്നുള്ളതാണ്. അത്തരം കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ നമ്മൾ പലപ്പോഴും, ഞാനിന്നിപ്പോൾ ദേവികയുടെയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. തീർച്ചയായിട്ടും ദേവികയ്ക്ക് അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും ഒരു ഘട്ടത്തിൽ. പക്ഷേ എവിടെയാണ് MT നിലയുറപ്പിച്ചിരുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾക്ക് മനസ്സിലാവാതെ പോകുന്ന ഇനി ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫെമിനിസ്റ്റ് ആർഗ്യുമെൻ്റ് നേരിട്ട് മുന്നോട്ട് വെച്ച കഥാപാത്രങ്ങൾ കുറവായിരിക്കാം ഒരു പക്ഷേ അവിടെ അഭിമാനികളായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അഭിമാനികളായ സ്ത്രീകളാണ്. അവിടെ ആരുടെയും വീട്ടിൽ കടം വാങ്ങാൻ പോവാതിരിക്കുന്ന ഉണ്ണിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം, ഈ ഗോവിന്ദൻകുട്ടിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം, വേലായുധൻകുട്ടിയുടെ അമ്മയെ നിങ്ങൾക്ക് കാണാം. അതേപോലെ സ്വന്തം കാമുകനോട് ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ശരീരത്തിൽ സ്പർശിക്കാൻ വരുന്ന ഭർത്താവിനെ വിലക്കുന്ന ഭാര്യയെ നിങ്ങൾക്ക് സുഹൃതം എന്ന് പറയുന്ന നോവലിൽ നിങ്ങൾക്ക് കാണാം. മഞ്ഞിലെ വിമല എന്ന് പറയുന്നത് കാത്തിരിക്കുകയാണ്, മറ്റൊരാളുടെയും പിന്നാലെ പോവുകയല്ല. സുധീർ കുമാർ മിശ്രയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിമല എന്ന് പറയുന്നൊരു കഥാപാത്രം ശക്തമാണ്. ഈ പഞ്ചാഗ്നിയിലെ ഇന്ദിര എന്ന് പറയുന്നൊരു കഥാപാത്രം, കുട്ടിയിട്ട് കാലത്തിലെ സുമിത്ര നോക്കൂ, ഒരു കാലത്ത് തന്നെ സ്നേഹിച്ച് അവഗണിച്ചു പോയ ആളോട് പിന്നീട് തിരിച്ചു വരുമ്പോൾ സന്ധിയില്ല. ആ പ്രണയത്തെ ഒരു പ്രണയം ഭിക്ഷയായിട്ട് യാചിക്കുമ്പോൾ പിന്നീട് ഒറ്റ വാചകം പറഞ്ഞു പോവല്ലേ സേതുവേട്ടൻ. അതാണല്ലോ പിൽക്കാലത്ത് ഫാഷനായി തീർന്ന വാചകം. സേതുവേട്ടൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ സേതുവേട്ടൻ എന്ന് പറഞ്ഞു പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അഭിമാനികളായ സ്ത്രീകൾ MTയുടെ കഥാപാത്രങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും അദ്ദേഹത്തിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, എഴുതുന്നതിലെല്ലാം ഒരു കവിതയായി മാറുന്നുണ്ട്. അതാണ് നമുക്ക് ഓരോന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. ആദ്യം കവിതയിലാണ് പരീക്ഷണം നടത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് കവിതയും നോവലും എല്ലാം കവിതയായി തീർന്നു എന്നതാണ് വാസ്തവം. ഒരുപാടുണ്ട് പറയാൻ, ഒരുപാടുണ്ട് വായിക്കാൻ. പക്ഷേ MT അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞത് കേൾക്കാൻ ആഗ്രഹിക്കുക എന്ന് മാത്രമാണ് അല്ലേ, ഓർക്കുക വല്ലപ്പോഴും. അപ്പോൾ നമുക്ക് യുഗാന്ത്യമാണോ എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും ഒരു യുഗാന്ത്യമാണ്. പക്ഷേ MT തന്നെ പറയുന്നത് പോലെ ഒരുപക്ഷെ എല്ലാ അവസാനങ്ങളും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തുടക്കങ്ങളോ തിരിച്ചുവരവുകളോ ആണ്. എല്ലാ അവസാനിക്കുന്ന യാത്രകളും ഒരു പുതിയ യാത്രയുടെ തുടക്കമാണ്. കൽപ്പറ്റ മാഷ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ രചനകൾ ഇവിടെ നിൽക്കുകയാണ്, അപ്പോൾ അത് അവസാനിക്കുന്നില്ല. അത് എല്ലാ കാലത്തും വായിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ്. Meet the editors.